നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വരണം. ഇനി എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വരേണ്ട കാര്യമില്ല. കാരണം ഞാനാണ് കാരണവർ. കാരണവരോട് മര്യാദ കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആമേ കറക്റ്റ് മോളെ? കറക്റ്റ്. ആ, നിനക്ക് മര്യാദയുണ്ട്, എന്റെ മക്കൾക്ക് അതില്ല. ഓ പിന്നെ കിലോമീറ്ററുകൾ ലോറി ഓടിച്ച് വന്നല്ലോ, അവിടെ നിന്ന് ഇവിടം വരെ വന്നില്ലേ? എടാ വള സംസാരിക്കാതെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കടാ. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. മൈ പൈന്റ് ഈസ് വെയിറ്റിംഗ്. ഹരീഷ്, അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ജാതകം ഉണ്ടോ? എന്താ ജാതകം? എന്താ ജാതകം എന്ന് പറഞ്ഞ അറിഞ്ഞൂടി? ഓ, ഇംഗ്ലീഷിൽ പറയണമായിരിക്കും. ഹോറോസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതുണ്ടോ ഞങ്ങൾക്കെന്ന്? അതെന്തിനാണെന്നാ ചോദിച്ചേ? അല്ല, നിങ്ങളുടെ മക്കളായി പറഞ്ഞത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാന്ന് അറിയാൻ വേണ്ടിയാ. ഈ ജന്മെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ നോക്കാനേ. അതിനെന്തിനാ ജാതകം നോക്കത്തെ? എന്നോട് ചോദിച്ചാ പോരെ? ഓ, ജോത്സ്യൻ. നിങ്ങളുടെ ആരുടെയും തലയിലെടുത്ത് കാൽ കാശിന് കൊള്ളൂല. വളരെ മോശം, വെരി ബാഡ്. പോരെ, നിങ്ങൾക്ക് കൊള്ളാവുന്നൊരു ജോലി, കൊള്ളാവുന്നൊരു ജീവിതം, ഇതൊക്കെ കഷ്ടിയ. കല്യാണയോഗം തീരെയില്ല. ഇനി അഥവാ കഴിഞ്ഞാലും അനുഭവിക്കാനുള്ള യോഗം കാണില്ല. പോരെ? സൂപ്പറായി. ഹോ, സമാധാനത്തോടെ കുടിച്ചോണ്ടിരുന്നെ വിളിച്ചു വരുത്തി ചോദിക്കാൻ കണ്ട കാര്യം. നേരം പോയി പൂക്കൈത മറ പറ്റി. ഇത് പറഞ്ഞ ആളുടെ ലൈഫ് പിന്നെ ഗംഭീരമാണല്ലോ. അതേടാ, ഞാൻ കെട്ടുകയും ചെയ്ത് എനിക്ക് പിള്ളേരും ഉണ്ടായി. അങ്ങേരുടെ മക്കളായിട്ട് ജനിച്ച തന്നെ ദൈവവിധി. അതിലും വലിയ ശിക്ഷ കിട്ടാനില്ല. ആ, കറക്റ്റ്. ഇനിയിപ്പോ എന്തിനാടാ ജാതകം നോക്കുന്നത്? നമുക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തല്ലേ? അതല്ല സുഭാഷ് ഏട്ടാ, ഇന്ന് ഓഫീസിൽ ഒരു അസ്ട്രോളജർ വന്നിരുന്നു. ശരിക്കും വാസ്തുവൊക്കെ നോക്കുന്ന ആളാ. ഓഫീസിലുള്ളവരുടെ ജാതകം നോക്കി ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ളവരുടെ ജാതകം കൊണ്ടുപോയി നോക്കാമെന്ന്. അതാ സ്വദേശി ചോദിച്ചേ. ഇപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല മോളെ. ആ, ഹലോ. ആ, പറഞ്ഞോ. ആ, സുധീഷേട്ടന്റെ കൂടെ കൂടിന് ഗുണം ഏട്ടത്തേക്ക് കാണാനുണ്ട്. എന്ത് ഗുണം? ഇൻസ്റ്റന്റ് ആയിട്ട് നോണ പറയുന്നത് അല്ലാതെന്താ? ഞാൻ പറഞ്ഞു.